ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ലിപ് കെയറിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ലിപ്പ് നല്ല പിഗ്മെൻറ്റേഷനൊക്കെ ആണ്. ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സ്ക്രബ് ചെയ്യാം. കുറച്ച് കാപ്പിപ്പൊടിയും ഇത്തിരി പഞ്ചസാരയും പിന്നെ കുറച്ച് നാരങ്ങൻ്റെ നീരും കൂടി എടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് നല്ലോണം നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലോണം അപ്ലൈ ചെയ്യുമ്പോൾ മെല്ലെ നല്ലോണം എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മെല്ലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പതിയെ സ്ക്രബ് ചെയ്യണം കേട്ടോ. നമ്മളത് ചുണ്ട് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മുറിവൊക്കെ തരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ആദ്യം ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ യൂട്യൂബിലൊരു ഇതിൻ്റെ കണ്ടിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ലിപ്പ് നല്ല പിഗ്മെൻറ്റഡ് ആണ്. അപ്പം ഞാൻ അതിനെല്ലാം ഒരു കോട്ടൺ തുണി എടുത്ത് ഞാൻ ഇവിടെ ടവലെടുത്ത് ആ ടവലിൽ മെല്ലെ വെള്ളം നനച്ചിട്ട് മെല്ലെ ചുണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും എൻ്റെ ചുണ്ടിൻ്റെ വ്യത്യാസം കുറച്ച് പിങ്ക് കളറായിട്ടുണ്ട്. അതിന് നമ്മൾ അതിലേക്കൊരു ലിപ്പ് മാസ്ക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നാരങ്ങ നീരും മഞ്ഞൾപ്പൊടിയുമാണ് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് നല്ലതിൽ വെച്ച് കൊടുക്കുക. നമ്മൾ ഫേസ് മാസ്ക് ഒക്കെ ഇടുന്ന പോലെ ലിപ്പിൽ നല്ലോണം എല്ലായിടത്തും മാസ്ക് അപ്ലൈ ചെയ്യുക. ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന പോലെ കവർ ചെയ്യാൻ. ഇത് നമ്മൾ മഞ്ഞൾപ്പൊടി ഭയങ്കരമായിട്ട് നമ്മുടെ ലിപ്പിന് കളർ കൂട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ അധികം രാത്രിയാണ് ഈ ലിപ്പ് കെയർ ചെയ്യൽ. എന്താ വെച്ചാൽ രാവിലെ മഞ്ഞൾപ്പൊടി നമുക്ക് ഭയങ്കരമായിട്ട് ടാൻ അടിക്കുന്ന ഒന്നാണല്ലോ. അപ്പോൾ അത് അങ്ങനെ ഒരു 15 മിനിറ്റ് വെക്കുക. അത് ഉണങ്ങുന്ന വരെ, അതായത് ലിപ്പൊന്ന് ഈ മാസ്ക് ഒന്ന് ഉണങ്ങുന്നത് വരെ വെക്കുക. അപ്പോൾ നല്ല അതിൽ ഡ്രൈ ആകുമ്പോൾ എല്ലായിടത്തും നല്ലോണം ഞാൻ ഫുള്ള് കവർ ചെയ്ത പോലെ ഒന്ന് കവർ ചെയ്തിട്ട് ഇതാക്കുക. ഭയങ്കര റിസൾട്ട് കിട്ടുന്ന കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങളും എൻ്റെ കൂടെ ഇത് ചെയ്യണത്. അത് കഴിഞ്ഞ് എല്ലായിടത്തും അപ്ലൈ ചെയ്തു ഒരു 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചുണ്ടൊന്ന് ഇതാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വോയിസ് ഇടുന്നതിൻ്റെ കുറച്ച് ഇതെനിക്കുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യുമ്പോഴാണല്ലോ നമുക്കൊരു ഇതാവും. കുറച്ച് പതിയെ എല്ലാം റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അങ്ങനെ അത് ചെയ്ത് അത് ഉണങ്ങി കഴിഞ്ഞ ശേഷം ഞാനൊന്ന് മെല്ലെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മളെ മുഖത്ത് എന്തായി പച്ച കളർ. അത് ഞാൻ മുഖക്കുരു പോകാൻ വേണ്ടിയിട്ട് ഒരു പാക്ക് ആര്യവേപ്പിൻ്റെ ഇലയും കസ്തൂരി മഞ്ഞളും കേട്ടോ. റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഇടട്ടോ. ഇപ്പം നമുക്ക് ചുണ്ട് ഏകദേശം ഒരു മഞ്ഞ കളർ പോലെ ഉണ്ടാകും. എന്ന് വെച്ചാൽ മഞ്ഞളുടെ കളർ ഒരു ടിൻ്റ് ഉണ്ടാവും. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ നല്ലതിൽ തുടച്ച് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. എന്നാലേ അതിൻ്റെ റിസൾട്ടൊക്കെ കാണാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞ് എല്ലായിടത്തും ഒരു സോഫ്റ്റ്നെസ് നമുക്ക് കുറച്ച് സോഫ്റ്റായിട്ട് കിടക്കാം. അത് കഴിഞ്ഞ് ഞാൻ രാത്രി എപ്പോഴും ചെയ്യുന്ന ഒരു ലിപ്പ് എന്താ പറയുക, നമ്മൾ ലിപ്പ് ബാമാണ് കേട്ടോ. നമ്മൾ ഞാൻ മിൽമൻ്റെ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നെയ്യാണ് യൂസ് ചെയ്യാറ്. നെയ്യ് നല്ല നമ്മുടെ ചുണ്ടിൻ്റെ കളർ കൂട്ടാനും പിഗ്മെൻറ്റ്